5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. നീതു, എന്താ നീ കിതക്കുന്ന? എന്തിനാ ഓടി വരുന്ന? കയ്യില് പാമ്പിന്റെ ചിത്രമുള്ള ഒരാളെയല്ലേ നീ കഴകപ്പുരയുടെ ഭാഗത്ത് വെച്ച് കണ്ടേ? ആ അതെ. അതുകൊണ്ട് അയാളെ ഞാൻ കണ്ടു. നീതു, അയാള് തന്നെയാണെന്നാ തോന്നുന്നേ. നീ ഒന്ന് തെളിച്ചു പറ. പാമ്പ് പിടിച്ച ഒരാളെ ഞാൻ വഴി വെച്ച് കണ്ടു. കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. ഞാൻ അവരെ മുത്തശ്ശനടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. മുത്തശ്ശന് അയാൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴാ അയാള് വന്നത്. പാമ്പിന്റെ ചിത്രം ഞാൻ ശരിക്കും കണ്ടതാ. എന്നിട്ട് മരുന്നൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അയാൾ അവരെയും കൂട്ടിക്കൊണ്ട് പോയി. കയ്യില് പാമ്പിന്റെ ചിത്രം ഉണ്ടെങ്കിൽ അയാളെ തന്നെ ആയിരിക്കും. അയാളെ പിടിക്കണം. നീതു വാ. പാറു പറഞ്ഞ അടയാളം ഓർമ്മയുള്ളോണ്ട് ഞാൻ കുറച്ചു ദൂരം അവരുടെ പുറകെ പോയി. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണമല്ലോ. പെട്ടെന്ന് ഒരാൾ എന്നെ തിരിഞ്ഞു നോക്കി. അയാളാ നേതാവ്. അയാള് പിന്നെയും പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ അവരുടെ പിറകെ പോയില്ല. ഓടി വന്ന് നിന്നോട് പറഞ്ഞു. അയാളെ നിന്നെ കണ്ടതിന് ശേഷം നീ എന്തായാലും അവരുടെ പുറകെ പോവാതിരുന്ന നന്നായി. നീ സംശയിക്കുന്ന പോലെ അവര് കള്ളന്മാര് തന്നെയാണെങ്കിൽ അവര് നിന്നെ ഉപദ്രവിക്കുമായിരുന്നു. അല്ല, അവരേത് ഭാഗത്തേക്കാ പോയത്? ഈ ഭാഗത്തേക്ക് തന്നെയാ. ആൽത്തറയുടെ അടുത്ത് നിന്നും എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. ആവണശ്ശേരി മനയുടെ പുറകിലുള്ള കാട്ടിന്നാണ് അയാളെ പാമ്പ് കടിച്ചെന്നല്ലേ അവര് മുത്തശ്ശനോട് പറഞ്ഞത്? അപ്പോ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും അവരുടെ സങ്കേതം. നമുക്ക് അവിടെ പോയി നോക്കാം. വാ. ഞാൻ മരുന്നുമായിട്ട് വരാം, പേടിക്കണമെന്ന് പറഞ്ഞല്ലേ. ഉത്സവം നടക്കുന്നതിനിടയിലാ നമ്മൾ തിരുവാഭരണം മോഷ്ടിച്ചത്. നമ്മൾ മോഷ്ടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ട് ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മോഷ്ടിക്കാനുള്ള ബുദ്ധി മാത്രം ഉണ്ടായാൽ പോരാ, പിടിക്കപ്പെടാതിരിക്കാനുള്ള ബുദ്ധിയും കാണിക്കണം. പാമ്പ് കടിച്ച ചികിത്സിക്കണ്ടേണ. ആൾക്കാർ കാണുമെന്ന് കരുതി ഒന്നും ചെയ്യാതിരുന്ന വിഷം കയറി ചത്തുപോയില്ലേ? എന്നിട്ട് വിഷം കയറി നീ ചത്തുപോയോ? ഇല്ല. ഞാൻ തന്ന മരുന്ന് മുഴുവൻ നീ ചവച്ചിറക്കിയോ? ഇറക്കണ. ഇത് ചവയ്ക്ക്. ചവച്ചരച്ചിറക്കണം. ആ വൈദ്യരും ഇതുപോലൊരു മുളക് ഇവന് കൊടുത്തിരുന്നു. എരിയുന്നുണ്ടോടാ? നല്ല എരിവ്. വിഷം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഇനി പേടിക്കാനില്ല. മരുന്നുമായി ഞാൻ വരാമെന്ന് പറഞ്ഞത് കള്ളമല്ലെന്ന് നിനക്കിപ്പോ മനസ്സിലായോ? സോറി അണ്ണ, പേടിച്ചിട്ടാ. വാ ഇങ്ങോട്ട്. എവിടെയും കാണുന്നില്ലല്ലോ പാറു. കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ച കുറ്റത്തിന് ഞാനും അച്ഛനും ജയിലിൽ കിടക്കേണ്ടി വരും. അണ്ണ ഇത് ആരെയാ നോക്കുന്നേ? ഒരു പെൺകുട്ടി കുറെ ദൂരം നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു. അതാ വൈദ്യരുടെ കൊച്ചുമോളാ. നമ്മൾ എങ്ങോട്ടാ പോകുന്നറിയാൻ ആ വൈദ്യര് പറഞ്ഞിട്ടായിരിക്കും. വാ. പാറു, അത് അവരാ. തിരുവാഭരണം കട്ടത് അവര് തന്നെയാ. ഉറപ്പാണോ പാറു? അയാളുടെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാ പാറു? ആ തടിമാടന്മാരുടെ കയ്യിൽ നിന്ന് തിരുവാഭരണം പിടിച്ചു വാങ്ങാൻ നമുക്ക് കഴിയില്ലല്ലോ. അതൊന്നും വേണ്ട. അവരുടെ പുറകെ പോയാൽ അവര് തിരുവാഭരണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയും. എനിക്ക് തിരുവാഭരണം തിരിച്ചു കിട്ടിയാൽ മതി. കള്ളന്മാരുടെ കാര്യം പോലീസ് നോക്കിക്കോളും. വാ.